നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളെ ഏവരും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗർഭചിത്ര കേസിൽ അതൊരു എന്താണ് കോടതിയുടെ ഒരു ഉത്തരവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. പക്ഷേ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് ജനുവരി 7 വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 വരെ എന്തായാലും അറസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായിരിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. ഇതിനിടെ സന്ദീപ് വാര്യർക്കും ജാമ്യം കിട്ടി. ഒപ്പം മറ്റേ രഞ്ജിത പുളിക്കൽ അല്ലേ? അതെ, രഞ്ജിത പുളിക്കൽ മഹിളാ കോൺഗ്രസ് രണ്ടുപേർക്കും ഏതായാലും ജാമ്യം കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ക്രിസ്മസ് എന്തായാലും ന്യൂ ഇയർ നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമൊക്കെ എല്ലാ മാധ്യമങ്ങളും ഒക്കെ നിർത്തിവെച്ച് ഏകദേശം മാറ്റിപ്പിടിച്ചു. ഇപ്പം നമ്മളാണത് ചർച്ച ചെയ്യാനുള്ള കാരണം നമ്മൾ ആദ്യം മുതലേ അതിൻ്റെ അപ്ഡേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇപ്പോൾ വീണ്ടും ആദ്യത്തെ കേസിലും ഇതുപോലെ നീട്ടിവെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കേസിൽ. അപ്പം നമുക്കതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എവിടെയൊക്കെയാണ് വീക്ക് പോയിന്റുകൾ ഞാൻ ആദ്യം ഒരു പറയുന്നതാണ്. കാരണം ബലാത്സംഗം, പീഡനം എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഈ പറയുന്നത് പോലെ എപ്പോഴും എടുത്തിട്ട് പൂട്ടേണ്ടെന്ന സമയം കഴിഞ്ഞു. ജാമ്യം കിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിൽ രണ്ടിടത്തും ഹൈക്കോടതി, സെഷൻസ് കോടതി ആദ്യത്തെ ഇത് ഒരു പക്ഷേ ജാമ്യം നിഷേധിക്കാൻ തന്നെ കാരണം ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടായിരിക്കാം. പക്ഷെ ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ രാഹുലിന്റെ ഭാഗവും കൂടി കേൾക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിക്കുകയും അങ്ങനെയാണ് വിചാരണ നടത്തണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പോൾ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇനി സർക്കാർ അങ്ങോട്ടേക്ക് ഈ പറഞ്ഞതുകൊണ്ട് ഹർജി സമർപ്പിച്ചു. പക്ഷെ ഹൈക്കോടതി നീട്ടിവെക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ ഈ രണ്ടാമത്തെ കേസിൽ ആദ്യമേ തന്നെ ജാമ്യം കിട്ടി സെഷൻസ് കോടതിയിൽ. ഹൈക്കോടതി ചെന്നപ്പോഴും അത് നീട്ടി. ഈ രണ്ട് കേസുകളും ഇനിയിപ്പോൾ ക്രിസ്മസിന് ശേഷം പരിഗണിക്കുമെന്നുള്ള, ക്രിസ്മസിന് ശേഷം കുറച്ച് ദിവസം അവധി ഉണ്ടല്ലോ, ചിലപ്പോൾ ന്യൂ ഇയറിലേക്ക് കഴിയായിരിക്കും, പുതുവർഷം കടന്നായിരിക്കും ചിലപ്പോൾ അത് നോക്കുന്നത്. ഏതായാലും തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് ജാമ്യം കിട്ടുന്ന തരത്തിലുള്ള കേസിലേക്കായിരിക്കും പോകുന്നത്. അറസ്റ്റ് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിച്ചിട്ടില്ല. കാരണം ഞാൻ ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു ബന്ധമുണ്ടായിരുന്നത് എന്ന് രാഹുൽ സമ്മതിക്കുകയും ഇതിനിടയിലുള്ള കാരണങ്ങൾ ചില തെളിവുകൾ സഹിതം രാഹുൽ മാങ്കൂട്ടം കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് അവിടെ ജാമ്യം കിട്ടിയതും. ഇനി അത് വിചാരണ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗവും കൂടെ, രാഹുലിന്റെ ഭാഗവും കൂടി കേൾക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പം നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ പ്രശ്നം വരുന്നത് ഗർഭചിത്രം. ഇപ്പം ആൻസി പറഞ്ഞതുപോലെ ഗർഭചിത്രത്തിന്റെ കാര്യത്തിലായിരിക്കും രാഹുൽ കുടുങ്ങുന്നത്. അത് ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു സുഹൃത്ത് ജോബി ഇത്തരത്തിലുള്ള മെഡിസിൻ നൽകി എന്നുള്ള തരത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതും ജോബി ഇവിടെ തെളിവുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി ഹൈക്കോടതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വിചാരണയിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. കാരണം ഈ അതിജീവിത കൊടുത്തിട്ടുണ്ട്, അതായത് ഇന്ന മെഡിസിന്റെ പേരടക്കം പറയുകയും അത് വാങ്ങി കൊടുത്തു എന്നുള്ളത് മാത്രം, അത് സുഹൃത്ത് ബന്ധത്തിന്റെ ഇടയിൽ സംഭവിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ജോബിക്ക് വാദിക്കാം. അതൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒരു പക്ഷേ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഗർഭചിത്രം എന്നുള്ളൊരു സംഗതി വരുമ്പോൾ അത് നിയമത്തിനെതിരായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും തുല്യമായിട്ട് ഈ ഇതിനകത്ത് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതിജീവിതയ്ക്കും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് ഫോഴ്സ് ചെയ്തു എന്ന് പറയുമ്പോഴും അവിടെ ബലപ്പെടുത്തി ഒരാൾക്ക് വായിലോട്ട് മരുന്ന് ഒഴിച്ചു കൊടുത്തിയല്ലോ, സ്വന്തമായിട്ട് കഴിച്ചതാണല്ലോ. അപ്പോൾ അത് സഹിതമുള്ള കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം ഭീഷണിപ്പെടുത്തി ഫോഴ്സ് ചെയ്തു ഇതൊക്കെ പറയുമ്പോഴും ഇതിൻ്റെ കാലയളവും അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് പുറത്തേക്ക് വന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഈ വീഡിയോ ഓഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല, അല്ലെങ്കിൽ അന്ന് വേണ്ടാന്ന് വെച്ചത് 2 തവണ ഉദ്യോഗസ്ഥർ ചോദിച്ചു പരാതി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള രീതിയിൽ. പിന്നീട് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ന്യായങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ രാഹുൽ ഹൈക്കോടതിയിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇനി വിചാരണയിലേക്ക് പോകുന്നു. അവസാനം ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എല്ലാം നടന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രാഹുലിനെ തൂക്കിക്കൊല്ലാനോ ജയിലിലടയ്ക്കാനോ ഒന്നും നടക്കുന്ന കാര്യമല്ല. പിന്നെ അവിടെ ചീറ്റിംഗ്, വിവാഹം വാഗ്ദാനം നൽകി ഒരു പെണ്ണിനെ ചതിച്ചു എന്ന് പറഞ്ഞാലും അതും അവിടെ പോകത്തില്ല. കാരണം ആ പെൺകുട്ടി വിവാഹം കഴിച്ചാണ്. അപ്പോൾ അതും രാഹുലിന് പ്രശ്നം വരത്തില്ല. പിന്നീടുള്ള ഈ ഗർഭചിത്രം മാത്രമാണ് ഫോഴ്സ് ചെയ്തു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള തെളിവുകൾ കൊടുത്താലും രാഹുലിന് ഒരു പക്ഷേ വാദിച്ച് നിൽക്കാനുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ഗർഭചിത്രത്തിൽ രാഹുൽ മാത്രമായിരിക്കത്തില്ല പെടുന്നത്, ആ പെൺകുട്ടിയും ഒരു പക്ഷേ പെട്ടെന്നിരിക്കും. കാരണം അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള പ്രശ്നം, നിയമത്തിനെതിരായിട്ടുള്ള ഗർഭചിത്രമായിട്ടാണ്, അശാസ്ത്രീയമായിട്ടാണ് നടന്നതെങ്കിൽ അത് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ ബാധിക്കാനാണ് സാധ്യത. ഇനി മറുഭാഗത്ത് ഈ പറഞ്ഞോണം സുഹൃത്ത്
കൊടുത്ത തെളിവുകളുണ്ട്. അപ്പോൾ അതിജീവിതയെ ഇതിനകത്ത് ഈ പറയുന്നോണം പറഞ്ഞിട്ടാണ് മരുന്ന് കൊടുത്തതെന്നുള്ളത് വാദിച്ച് അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ജോബി ഏത് രീതി നമ്മുടെ കയ്യിലൊന്നും തെളിവില്ല, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതോണം വീണ്ടും രാഹുലിന് അത് പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ പലതും വൈരുദ്ധ്യങ്ങളായതുകൊണ്ട് തന്നെ അത് എന്താണ് വില പോകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയത്. സെഷൻസ് കോടതിയിലാണ് കുറച്ചുകൂടെ പിടിക്കേണ്ടത്, പക്ഷേ സെഷൻസ് കോടതിയിൽ നിന്നാണ് ജാമ്യം കിട്ടിയത്. ഏതായാലും രാഹുൽ മങ്കുടത്തിൻ്റെ കേസ് ഏകദേശം ഇപ്പോൾ ഒരു മിന്നിമറയുന്ന ആളിപ്പടർന്ന കേസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പുറകോട്ട് വരുന്ന കാര്യം. അതിന് കാരണം തന്നെ രാഷ്ട്രീയം തന്നെ. ഇപ്പോൾ സൈബർ ആക്രമണങ്ങളില്ല, സൈബർ പോരാളികൾ രാഹുൽ മാങ്കുടത്തിൽ ഇപ്പം എല്ലാം ശബരിമല വിഷയം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവർക്ക് ആ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കുടത്തിൻ്റെ വിഷയം കത്തി നിൽക്കണം, കാരണം ശബരിമല വിഷയം ഒന്ന് താഴ്ത്തി വയ്ക്കണം. ഇതെല്ലാവർക്കും അറിയാം, എപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ്. അതാണ് അവർ ജയിക്കാൻ ശ്രമിച്ചത്, പക്ഷേ അതിൽ 8 നില പൊട്ടി. ഇനി എന്തായാലും സ്ത്രീ വിഷയം ഏറ്റെടുക്കേണ്ട എന്നുള്ളതാണ് CPM-ന്റെ ഈ പറയുന്ന നീക്കങ്ങൾ. കാരണം അത് വരുന്ന സൂചനകളൊക്കെ അങ്ങനെയാണ്. ഇനി തൽക്കാലം രാഹുലിനെ വിട്ടുപിടിക്കാൻ സ്ത്രീ വിഷയം യേശൂല എന്നുള്ള പ്രബുദ്ധ കേരളത്തിൽ സ്ത്രീ വിഷയം യേശൂല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് ഈ പറഞ്ഞോണം വേറെ ഒന്നും പ്രതിപക്ഷത്തിനെതിരെ ചൂണ്ടാൻ അവർ ഭരണപക്ഷത്ത് ഇരിക്കുമല്ലോ, അവരെല്ലാം ഭരിക്കുന്നത്. അപ്പം അഴിമതി മറ്റൊന്നും ആരോപിക്കാൻ പ്രതിപക്ഷത്തിന് വേറെ ഇതില്ലല്ലോ. പിന്നെ ഉള്ളത് ചൂരൽമല മുണ്ടക്കയും ഈ പറഞ്ഞ ഫണ്ട് പിരിവ് മാത്രമേ ഉള്ളൂ. അത് ഇപ്പം വീട് വെച്ച് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പം അതും വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പം പിന്നീട് അവർക്കൊന്നും പ്രതിപക്ഷത്തിന് ആരോപിക്കാം. അപ്പം ഇനിയുള്ളതെന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് സ്വന്തം ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണോ അത് ചൂണ്ടിക്കാട്ടി ജനങ്ങളെ അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതല്ലാതെ യാതൊന്നും ഇനി CPM മാർഗമില്ല. ഇതിനിടയ്ക്ക് ഇപ്പോൾ ED അന്വേഷണം ശബരിമല വിഷയത്തിൽ വന്നു കഴിഞ്ഞു. അപ്പം ED അന്വേഷണം ഇനി CBI അന്വേഷണത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ തന്നെ 2 പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഇനി കടകംപള്ളിയിലേക്ക് എങ്ങാനും എത്തുകയാണെങ്കിൽ മിക്കവാറും ചീട്ട് കീറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി അടുത്ത കാലത്തൊന്നും ഇനി പൊങ്ങാൻ സാധ്യതയില്ല. കാരണം അത് വല്ലാത്തൊരു അമ്പലക്കള്ളന്മാർ എന്നുള്ളത് തികഞ്ഞ ഭാവത്തോടു കൂടി ഈ പിണറായി സർക്കാരിൻ്റെ അവസാനം കൊടുക്കേണ്ടി വരും, സല്യൂട്ട് പറയേണ്ടി വരും. നല്ലൊരു ശുഭാപ്തിയല്ല, നല്ലൊരു അവസാനമല്ല പിണറായി സർക്കാരിൻ്റേത് എന്ന് നമ്മൾ പറയേണ്ടി വരും. വേറെ ഏത് അഴിമതിയാണെന്ന് നമുക്കത് പറഞ്ഞു നിൽക്കാം. പക്ഷേ ഈ വിശ്വാസികളുടെ ഇടയിൽ ചെന്നിട്ട് ക്ഷേത്രങ്ങളുടെ പണം പോലും അടിച്ചു മാറ്റി, സ്വർണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഒരു വല്ലാത്ത പേരുദോഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് അവരാകെ വെട്ടിലായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന്. അതുമാത്രമല്ല, ഏത് കാര്യത്തിൽ ഇപ്പോൾ ഇറങ്ങി തിരിച്ചാലും പിണറായി സർക്കാരിന് കണ്ടത് ശനിയുടെ കാലം. കാരണം എന്ത് വിഷയം ചൂണ്ടിയിട്ട് കൊടുത്താലും അത് ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ്. ഇപ്പോൾ രാഹുലിൻ്റെ വിഷയം എടുത്തിട്ട് പാലക്കാട് തന്നെ UDF-ന് സമാസമം BJP ഒരു ഘടകമായിരുന്നു പാലക്കാടെങ്കിലും UDF-ന് അത്ര മോശമല്ലാത്ത രീതിയിൽ രണ്ടാം ഇതിലേക്ക് പോയി. പക്ഷേ LDF അങ്ങ് താഴോട്ടും പോയി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലുതായിട്ട് എഫക്റ്റ് ചെയ്തില്ല എന്നുള്ളത് ഈ CPM-ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ രാഹുൽ വിഷയം ഏറ്റുപിടിക്കത്തില്ല. ഇനി രാഹുൽ വിഷയത്തിന് ഒപ്പം നിന്ന CPM പ്രവർത്തകർ എത്രമാത്രം ഇനി അതിജീവിതയുടെ ഒപ്പം നിൽക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞാണ്. ഈ 2 അതിജീവിതന്മാർ പാമ്പിടിച്ച ആ പെൺകുട്ടികളെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. കാരണം ഞാനിപ്പോഴും സ്ത്രീപക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിനകത്ത് ചില വൈരുദ്ധ്യങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമാണ് രാഹുൽ പക്ഷത്തേക്ക്. എന്ന് വെച്ചാൽ രാഹുൽ നല്ല മേന്മയുള്ള വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അയാൾ തെറ്റ് തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ കാണിക്കരുത്. അത് രാഹുൽ മാങ്കൂട്ടൊന്നല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ചോദിക്കില്ലേ എന്ന് ചോദിക്കുക. എല്ലാത്തിനകത്തും ഉണ്ട്. CPM-ലും BJP-ലും ഈ പറയുന്ന കോൺഗ്രസിലും എല്ലാത്തിലും എന്താണ് ഇത്തരത്തിലുള്ള ഇങ്ങനെ കാണിക്കുന്നവരുണ്ട്. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്കവരില്ല. പക്ഷേ ഇത് തികച്ചും സ്വകാര്യത നിറഞ്ഞ ജീവിതമാണ്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹികപരമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് അത്രയ്ക്ക് നല്ല സ്വകാര്യതയില്ല. ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്കാണ് ഇത് ആരും വലിയ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ടാണ് വലിയ രീതിയിൽ ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിയത്. മാത്രമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടി അവൾക്ക് നേരിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരികയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വളരെ ശക്തനായൊരു വ്യക്തിയാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ MLA എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യക്തിയല്ല, ശക്തനായൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടി നേരിട്ട കാര്യങ്ങളൊക്കെ അവളത് വിളിച്ചു പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അത് എത്രത്തോളം അത് ബാധിക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ ഞാൻ നേരത്തുള്ള ചർച്ചകളിൽ റിപ്പീറ്റ് അടിച്ച് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിലുണ്ട് നിരവധി അതിജീവിതന്മാരല്ലേ. ഡൽഹി കൂട്ട ബലാത്സംഗം, സൗമ്യ ബലാത്സംഗം പറഞ്ഞോണം, ഇപ്പം 8 വർഷം പോരാടിയ നടിയുടെ ആക്രമണം. ഇതൊക്കെയെന്ന് വെച്ചാൽ എങ്ങനെയാണ് സംഭവിച്ചത്? ഓൺ ദ സ്പോട്ട് സംഭവിച്ച ബലാത്സംഗം എന്ന് പറഞ്ഞത് ഓൺ ദ സ്പോട്ട് സംഭവിച്ച സംഗതി അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഈ 2 കേസുകൾ ഇപ്പം ആദ്യത്തെ ഓഡിയോ മെസ്സേജുകളും അല്ലാത്ത വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതിൽ 2 പേരുടെ ഇഷ്ടപ്രകാരമല്ലേ
അവർ ചെയ്തത് അല്ലേ? അത് തോന്നില്ലേ? ആൻസിക്ക് തോന്നിയില്ലേ? ആണല്ലോ. പിന്നെ അതെങ്ങനെയാണ് പീഡനവും ബലാത്സംഗമാകുന്നത്? അവിടെയാണ് പ്രശ്നം വന്നത്. ഇനി ആ പെൺകുട്ടി നേരിട്ട ദുരന്തം എന്ന് പറയുമ്പോഴും വിവാഹിതയല്ലേ, ഒരു ഭർത്താവിന് നിലനിൽക്കുകയല്ലേ ഇങ്ങനെ പോയത്. അപ്പോൾ ഏറ്റവും അധികം ഇരയായത് ആരാണ്? ആ ഭർത്താവല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്കര വൈരുദ്ധ്യങ്ങളില്ലേ. ഇനി ആപ്പാട് ആ പെൺകുട്ടിക്ക് ആരോപിക്കാൻ പറ്റുന്നത് ഫോഴ്സ് ചെയ്തു, ഈ പറഞ്ഞോണം ഗർഭചിത്രം ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിലും ഈ പറയുന്ന മെഡിസിനൊക്കെ വാങ്ങിക്കൊടുത്ത ആ പെൺകുട്ടി പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവുകളുണ്ടെന്ന് പറഞ്ഞിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആരാണ് തെറ്റുകാരൻ? ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുന്നില്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ നമുക്ക് ഉഭയകക്ഷി സമ്മതം ഒരാളുടെ സ്വകാര്യ ജീവിതമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല. 1, 2, 3 ഒക്കെ ഒരു പ്രണയമൊക്കെ ആവാം, ഒരു സ്വകാര്യതയൊന്നും ആരും വലിയ പ്രശ്നമാക്കത്തില്ലായിരുന്നു. പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ട് ചാറ്റിങ്ങും ബന്ധങ്ങളും ഒക്കെ സ്ഥാപിച്ചത് കൊണ്ടാണ് ഇതെന്താണ് അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പറയാത്തത്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നല്ലതാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം താറുമാറായി എന്നുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആകുമ്പോൾ കുറേയൊക്കെ അതിൻ്റെതായ രീതിയിൽ പരിപാലിച്ച് തന്നെ മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് രാഹുലിനെ ഞാൻ ആ ഒരു കാര്യത്തിൽ എപ്പോഴും എതിർത്ത് നിൽക്കുന്നത്. കാരണം കുറേയൊക്കെ എന്താ പറയുന്നത്, നോക്കിയും കണ്ടുമൊക്കെ വേണമായിരുന്നു എന്ന് ചോദിച്ചാൽ ആരും ഇല്ലേന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്. മിക്ക ആൾക്കാർക്കും ഇത് തന്നെയാണ് സ്വഭാവം. പക്ഷെ അത് പുറം ലോകം അറിയുന്നില്ല. ഇതിപ്പോൾ പുറം ലോകം അറിഞ്ഞതുകൊണ്ട് നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇനി ഈ പറയുന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്വത കേടുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തി ഇനി ഒരു നല്ലൊരു ഈ പറഞ്ഞ മെച്യൂർഡായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ എടുക്കുന്ന ഒരു നേതാവായിട്ട് തിരിച്ചു വരട്ടെ നമ്മൾ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം ചവിട്ടി അരച്ച് തേച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്ലെങ്കിൽ എന്താ പറയുന്ന ഒന്നും അറിയാത്ത ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ പോയി അല്ലെങ്കിൽ ആരും വീട്ടിലില്ലാത്തപ്പോൾ റേപ്പ് ചെയ്തതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ സിനിമകളിലേക്ക് കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിൽ വന്നപ്പം അതിക്രൂരമായി പീഡിപ്പിച്ചതാണോ? അല്ലല്ലോ. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ഫേസ്ബുക്കിൽ ഇത് കൊടുത്തു. പിന്നീട് അത് ഇഷ്ടപ്പെട്ടു. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടൻ കയറി ഉപദേശങ്ങൾ നൽകി, സുഹൃത്തായി. പിന്നീട് എന്തായി? പ്രണയത്തിലേക്ക് പോയി. പ്രണയത്തിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് അവരുടെ എന്താ പറയുന്നത് ചില നിമിഷങ്ങൾ പങ്കിട്ടു. അതിനുശേഷം ഗർഭിണിയായി. ഗർഭിണിയാക്കി, അതായത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പക്ഷേ ഈ പറഞ്ഞോണം ഡിവോഴ്സ് നടക്കാത്തത് കൊണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം ഒരു MLA അല്ലേ. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും സ്വകാര്യതയിൽ നടന്നിട്ടുണ്ട്. അത് പുറം ലോകത്തിന് അറിയില്ലല്ലോ. അതിന് കോടതി തീരുമാനിക്കും എന്താണെന്നുള്ളത്. അദ്ദേഹം ചതിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ആരാണ് ചതിച്ചതെന്നുള്ളത്. ഇപ്പോൾ ആ പെൺകുട്ടി വിവാഹിതയായതുകൊണ്ട് ചിലപ്പം ഇനി പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാത്തത് കൊണ്ട് ഇനി ആ കുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വിവാഹിതയായ ഒരു പെൺകുട്ടിയെ രാഹുൽ വിവാഹം കഴിക്കുന്നതെങ്കിൽ മറ്റേ പാർട്ടി കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ രാഹുലല്ലേ വെട്ടിലാവുന്നത്, ജയിലിൽ കിടക്കേണ്ടി വരത്തില്ലേ? അപ്പോൾ അതിലെന്താണ് സംഭവിച്ചതെന്നുള്ള അറിയില്ലല്ലോ. വിവാഹിതയല്ല ഈ പറയുന്നത് പോലെ രാഹുൽ പ്രണയിച്ച് വഞ്ചിച്ചാണെങ്കിൽ ഓക്കെ, നമുക്കത് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ കിടക്കുന്നുണ്ട്. നമുക്ക് രണ്ടു ഭാഗവും കേൾക്കേണ്ടിയിരിക്കും. അത് തന്നെ കോടതി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് കോടതിയും പറഞ്ഞ് രണ്ടു ഭാഗവും കേൾക്കണമെന്നുള്ളത്. കേട്ട ശേഷമേ വിധി പറയാൻ പറ്റൂ. അങ്ങനെ ഇങ്ങനെയൊന്നും ഇപ്പൊ പഴയ കാലത്തെ പോലെ സുപ്രീം കോടതി വിധിയുണ്ട്. ഈ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ബന്ധങ്ങളൊന്നും പീഡനമൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുതെന്ന്. അതും കുറെ നാളിന് ശേഷം. അന്നല്ലല്ലോ വന്നേ, ഒരു തവണയല്ലല്ലോ പോയത്. എത്രയോ തവണകൾ അവർ തമ്മിൽ ബന്ധം സ്ഥാപിച്ചു. ഇപ്പൊ രണ്ടാമത്തെ കേസോ എന്താണ് വന്നത്? എത്ര വൈരുദ്ധ്യങ്ങളെ കണ്ടേ. മൊഴി കൊടുത്തത് വേറൊന്ന്, KPCCയിൽ അയച്ച കംപ്ലൈന്റ് വേറൊന്ന്. അതിന് വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു, പ്രണയിക്കുന്നു, പിന്നീട് ഹോം സ്റ്റേയിൽ കൊണ്ടുപോകുന്നു, പീഡിപ്പിക്കുന്നു, അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. പീഡിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ സൗഹൃദപരമായിട്ട് മെസ്സേജുകൾ അയക്കുന്നു. ഇപ്പം അനിതയെ എന്നെ ഒരു പുരുഷൻ നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് പിറ്റേന്ന് തന്നെ സൗഹൃദപരമായിട്ട് ഇത് പറ്റുമോ? ഒരു പക്ഷേ ശരിയാണ്, ചില സാമൂഹ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരെ അറിയാണ്ട് ഒരു ട്രോമയിലൊക്കെ വരുമ്പം നമുക്കിനി മറ്റൊരാളെ ആരോടും തുറന്നു പറയാതെയൊക്കെ ചില പെൺകുട്ടികൾ ചിലപ്പോൾ ആ വ്യക്തിയെ തന്നെ വിവാഹം കഴിച്ച് ജീവിതം പങ്കിടുമായിരിക്കാം അല്ലേ? ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാതെ ഒരാൾ ചൂഷണം ചെയ്തു, പക്ഷെ അത് വീട്ടിൽ പറയാൻ പറ്റില്ല, സമൂഹത്തിൽ പറയാൻ പറ്റില്ല, ഈ പറയുന്ന നാട്ടുകാരോട് പറയാൻ പറ്റില്ല. അതൊക്കെ പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെ, ഇപ്പം അങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടി പെൺകുട്ടികൾ ബോൾഡാണ്. അങ്ങനെയുള്ള പെൺകുട്ടി ഒരു ട്രോമ സ്റ്റേജിൽ ഒരു പക്ഷേ ആ വ്യക്തി ഈ പറയാണ് എങ്കിൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൂടെ താമസിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടി സമ്മതിക്കും. കാരണം ഇനി മറ്റൊരാളെ ചതിക്കാൻ പറ്റില്ല, മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യും?
ചിലപ്പം ജീവിച്ചെന്ന് വരും. അതും ഈ പറഞ്ഞ സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതമൊന്നും ആയിരിക്കത്തില്ല. അങ്ങ് ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജീവിച്ചെന്ന് വരും. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത് അങ്ങനെയല്ലല്ലോ. പിറ്റേന്ന് മുതൽ സൗഹൃദം സ്ഥാപിക്കുന്നു, പിന്നീട് പോകുന്നു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2023 നടന്ന സംഭവം 2026 പീഡനം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ പെൺകുട്ടി ഇദ്ദേഹം വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നത് കൊണ്ടാണെന്ന്. അങ്ങനെ എന്തിനാണ് അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറ്റുന്നത്? ഒരു പക്ഷെ വാക്ക് കൊടുക്കണം. വാക്ക് കൊടുക്കുന്നില്ല എന്ന് പിന്നീടും പറയുന്നുണ്ട്, അതിൽ നിന്ന് പിന്മാറി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു വൈരുദ്ധ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതൊക്കെയാണ് കോടതിക്ക് സംശയം. ഈ സാധാരണ ഒരു പെൺകുട്ടിക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ട്രോമകൾ വരുവാണ്. ഒരു പക്ഷേ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന വ്യക്തി തന്നെ ചിലപ്പം പറയും ഏറ്റെടുത്തോളാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രോമയിലൂടെ ചില സംഗതിയിലൂടെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അത് നല്ലൊരു ലൈഫായിരിക്കത്തില്ല. പിന്നെ അതിക്രൂരമായിട്ട് ഈ പറയുന്നോണം രാഹുൽ മാങ്കൂട്ട ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുമ്പം ഭയങ്കര അതിക്രൂരതയാണ്. അപ്പോൾ അത് ഒരാളുടെ സിറ്റുവേഷൻ അല്ല, ക്രിയേറ്റ് ചെയ്തതാണ്, ഗൂഢമായിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പം ഒരിക്കലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ അതൊന്നും കോടതിക്ക് ഈ പറയുന്നത് പോലെ വൈരുദ്ധ്യങ്ങളായി തോന്നി. ഇനി അത് തെളിയിക്കണം. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും തെളിവുകൊണ്ട് തെളിയിക്കണം. കാരണം ഇതാണ് ഈ കുട്ടി പറയുന്ന രീതിയിലുള്ള ജെന്യുവിനായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി പുറലോകം കാണരുതെന്നേ ഞാനും പറയും. പക്ഷേ ഈ പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ പോയി അവസാനം ഇഷ്ടപ്പെട്ട് കാത്തിരുന്നു, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിക്കെതിരെ ഇത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായ. ഇന്ന് പലർക്കും ലിവിങ് റിലേഷൻസ് ഉണ്ടല്ലേ, പലരും പല ബന്ധങ്ങളിലും സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് തുറന്നു പറയാം, നമ്മളൊക്കെ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിലെത്തി ഒരു വ്യക്തിയോട് ഇഷ്ടക്കേട് ഉണ്ടാകുമ്പോൾ അവൻ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ആ ബന്ധത്തിൻ്റെ മൂല്യത്തിൻ്റെ ഇതെന്താണ്? പ്രണയമല്ലാതെ ജീവിക്കുന്നവരുണ്ട്, പ്രണയത്തോടു കൂടി ജീവിക്കുന്നവരുണ്ട്, വെറുതെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ജീവിക്കുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലുള്ളൊരു ഈ സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ പിന്നീട് ഒരു ആണിനൊരു ടൂളായിട്ട് പോകരുത് ഈ പറയുന്നതാണ് അവർക്ക്. അപ്പോൾ തിരിച്ച് സ്ത്രീകൾക്കും ഈ പുരുഷന്മാരും അതുപോലെ സ്ത്രീകളെയും ബ്ലാക്ക്മെയിൽ ചെയ്യരുത്, സ്ത്രീകൾ പുരുഷന്മാരെയും ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ സൗഹൃദപരമായിട്ട് പോകണം, അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകരുത്. അപ്പോൾ രാഹുലിന് ഇപ്പോൾ വളഞ്ഞിട്ട് ഏതൊക്കെ പെൺകുട്ടികൾ പോയിട്ടുണ്ടോ ആ പെൺകുട്ടികളെല്ലാം വളഞ്ഞ് ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്, 50 പരാതികൾ. അപ്പം വളഞ്ഞിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ പറഞ്ഞോണം ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ തെളിവുകൾ സഹിതം കൊടുത്താൽ ഞാൻ ആ അതിജീവിതയോടൊപ്പം തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ആദ്യത്തെ പോലെ തന്നെ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നേ കോടതിക്ക് വിധി എഴുതാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടുപോകും. പക്ഷേ രാഹുൽ മാങ്കൂട്ട എന്ന് പറയുന്ന യഥാർത്ഥ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. എനിക്ക് ഒരു നല്ലൊരു ഡിബേറ്റർ എന്നുള്ള രീതി എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കിഷ്ടമല്ല. പക്ഷേ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകർ, UDFന് നല്ലൊരു മുഖമായിരുന്നു, നല്ലൊരു യൂത്തിലെ മുഖമായിരുന്നു. ഒരു പക്ഷേ പ്രതിപക്ഷത്തോടൊപ്പം പിണറായി സർക്കാരിനോടൊപ്പം പിണറായി എടോ വിജയ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നട്ടലുള്ള നല്ലൊരു യുവ നേതാവായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നന്നായിട്ട് പഠിച്ച് പറയാൻ പറ്റുന്ന ഞാൻ കണ്ടിട്ടുള്ള 2 നേതാക്കന്മാർ, ഒന്ന് VD സതീശനും ഒന്ന് രാഹുൽ മാങ്കൂട്ടത്താണ്. ഷാഫി പോലും പ്രസംഗിക്കും സംസാരിക്കുമെങ്കിലും കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് കൃത്യമായിട്ട് ഉരുളയ്ക്കുപ്പേരി എന്നുള്ള രീതി കൊടുക്കാൻ പറ്റുന്ന ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. കാരണം രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങൾ വ്യക്തതയുള്ളായിരുന്നു. ഇപ്പം ഏതെങ്കിലും തരത്തിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് തക്ക മറുപടി കൊടുക്കാൻ രാഹുലിനും പറ്റും. ഈ അവസാന ഘട്ടത്തിൽ പോലും ഞാൻ ശ്രദ്ധിച്ചൊരു എനിക്കൊന്ന് സുധാകരനെതിരെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, എന്തോ നട്ടലൊടിഞ്ഞെന്നോ അങ്ങനെ എന്തോ രീതിയിലൊരു പരാമർശം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ട ഒരു പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു, നട്ടലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഇടയിലേക്കൊന്ന് ചൂണ്ടി നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് ഇട്ട അടിയുടെ ഇത് വെച്ച് തിരിച്ചു പറഞ്ഞു. കാരണം എന്നുവെച്ചാൽ ഏതൊരു കാര്യഘട്ടം വന്നാലും അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയും. ആ ഒരു നല്ലൊരു ബുദ്ധിയുള്ള വിവേകമുള്ള നല്ലൊരു രാഷ്ട്രീയ നേതാവ് ആ വ്യക്തിയെ തന്നെ തുലച്ചു എന്നേ നമുക്ക് പറയാം. ആ വ്യക്തിയുടെ കരിയർ തന്നെ അദ്ദേഹത്തിൻ്റെ ചില സ്വകാര്യതയിലെ ചില വീക്ക് പോയിന്റുകൾ അദ്ദേഹത്തിനെ തുലച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഇനി അദ്ദേഹം അത് കരകയറി വരട്ടെ, നല്ലൊരു നേതാവായിട്ട് തന്നെ കാരണം നമ്മുടെ ഇപ്പം പലരും പാലക്കാട് വോട്ട് ചെയ്തപ്പോൾ ചോദിച്ച ഒരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് വരുന്നതിനോട് വോട്ട് ചെയ്യാൻ. അദ്ദേഹം ഒരു MLA ആണ്, അദ്ദേഹത്തിന് ഇപ്പം വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഓരോ പൗരൻ്റെ കടമയാണല്ലോ, അത് ചെയ്തോട്ടെ. അപ്പം MLAയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അത് കോടതിയിലല്ലേ വിചാരണ വരട്ടെ, അല്ലെങ്കിൽ കോടതി തെറ്റുകാരനാണോ അല്ലയോ എന്ന് കോടതി പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ വിശ്വസിക്കാം.
കാരണം അതിന് കാരണമുണ്ട്. പാലക്കാട് കുറച്ച് നാളെ MLA ആയിട്ടുള്ളെങ്കിലും അദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നല്ലൊരു ശബ്ദം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജനത്തിനാവശ്യം നല്ലൊരു മുഖത്തെ, നല്ലൊരു ശബ്ദത്തെ, അതായത് നല്ലൊരു പോരാട്ട വീര്യത്തെ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നല്ലൊരു നായകൻ, ഇതൊക്കെയാണ് ജനത്തിന് ആവശ്യം. അല്ലാതെ അയാൾ പെണ്ണിൻ്റെ കൂടെ പോയോ, അല്ലെങ്കിൽ ആ പെണ്ണിനെ പ്രണയിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ പോയി ഇങ്ങനെയോ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം. ശരിക്കും ഇതൊരു സ്വകാര്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അത് സമൂഹത്തിലേക്ക് വലിച്ചിഴച്ചു, അതേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഒരു കണക്കിന് ഇത് തടയിട്ടത് നന്നായി. കാരണം അദ്ദേഹത്തിന് ഒന്ന് ഈ ഉടച്ചു വാർക്കുക എന്ന് പറയത്തില്ലേ, കുശവൻ്റെ കയ്യിലെ മണ്ണുകൊണ്ട് ഉടച്ചു വാർക്കുക എന്ന് പറയും, അതുപോലെയൊക്കെ ചില ഇതേപോലെയുള്ള നല്ല നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടച്ചു വാർക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർക്കും കൂടി ഒരു പാഠം. തീർച്ചയായിട്ടും ഇത് പല നേതാക്കന്മാർക്കും പാടാം. അത് കോൺഗ്രസിൽ മാത്രമല്ല, CPM-ലും BJP-യിലെ എല്ലാ യുവ നേതാക്കന്മാർക്കും ഇതൊരു പാഠമാണ്. ഇനി ഏതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന ആരാധന മൂത്ത് വന്നാലും ഗെറ്റൗട്ട് പറയാനുള്ള മനസ്ഥിതി ഇന്നത്തെ യുവ നേതാക്കന്മാർക്ക് ഉണ്ടാകണം. അതൊരു പാഠം തന്നെയാണ്. അപ്പം ഈ പറഞ്ഞോണം കാലാകാലങ്ങളിലായി പെൺവിഷയത്തിൽപ്പെട്ട കുറേ നേതാക്കന്മാരെ നമുക്കറിയാം. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ ഇനി ഒരു പെൺവിഷയം വെച്ച് ഈ തെരഞ്ഞെടുപ്പിനെ പോരാടാതിരിക്കുക. ഈ പറയുന്നോണം സ്വകാര്യതയിലുള്ള ജീവിതമാണ് വിഷയമാണെങ്കിൽ അത് അവർ തീർത്തോട്ടെ. ഇനി അതിൽ പരാതിക്കാരിയുടെ അടുത്ത് ഇപ്പോൾ എത്രയോ തവണ ചെന്ന് മുട്ടിയിട്ടാണ് ഈ പരാതി കിട്ടിയത്. അതല്ല സ്വമേധയാ ആരെങ്കിലും പരാതിപ്പെടുന്നെങ്കിൽ പെടട്ടെ, അന്ന് നമുക്ക് രാഷ്ട്രീയപരമായിട്ടും ആശയപരമായിട്ടും ഒക്കെ നേരിടാം. വെറുതെ ഇപ്പം മുകേഷ് MLA-ക്കെതിരെ പരാതി കൊടുത്തില്ലേ, ഇപ്പം എന്തായി ആ കേസ്? അപ്പോൾ ഇതുപോലെ അനാവശ്യമായിട്ടുള്ള നേതാക്കന്മാരുടെ ഇടയിലുള്ള പരാതികൾ ഇല്ലാണ്ടിരിക്കുക. കാരണം എന്തായാലും ജനുവരി 7-ന് ആ ഒരു വിധി വരത്തില്ല, അത് ജാമ്യം കിട്ടൂല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇനി കേസ് മുന്നോട്ട് പോകും. കേസ് അറസ്റ്റ് ഉണ്ടാകുമോ ജനുവരി 7 അല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവര് വിളിപ്പിക്കുമ്പോൾ പോയി ഈ പറയുന്നത് പോലെ മൊഴികൾ കൊടുക്കാം, എന്ത് ചെയ്യാം. അത് കോടതിയിലേക്ക് പോയിട്ട് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു നീതി കിട്ടി. ഇനി ഇതിനിടയ്ക്ക് നല്ല ഫോഴ്സായിട്ട് ഈ പറയുന്ന ശബരിമല വിഷയമൊക്കെ ഒന്നും കൂടെ CPM അശ്രാന്ത പരിശ്രമം ചെയ്താൽ ചിലപ്പോൾ ഒരു അറസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഇങ്ങനെ അതിലങ്ങ് മുങ്ങിത്താഴും. അതിനൊക്കെ ചിലപ്പോൾ ശ്രമിച്ചെന്ന് വരും. ചിലപ്പം 1-2 ദിവസമൊക്കെ ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഒരു പെറ്റി കേസിൽ ജാമ്യം കിട്ടേണ്ടുന്ന ആ പാവത്തിന് 13 ദിവസം അതിനകത്ത് പിടിച്ചിട്ട്. അപ്പോൾ അതുപോലെയൊക്കെ ചിലപ്പം പിടിച്ചിടാൻ പിണറായി സർക്കാരിൻ്റെ പോലീസിന് എന്തും ആവാമല്ലോ. ഇന്ന് നമ്മൾ കണ്ടേല്ലോ ഒരു പെൺകുട്ടിയെ, ഗർഭിണിയായ പെൺകുട്ടിയെ അടിച്ചതും വിളിച്ചതും. 1 വർഷത്തിന് ശേഷം ആ പെൺകുട്ടിക്ക് നീതി കിട്ടി. അപ്പോൾ ഇന്ന് റഹീമിനോട് CCTV ദൃശ്യങ്ങൾ അന്ന് പിണറായി സർക്കാരിനാണ് ഇവർ പരാതി കൊടുത്തത്. അന്ന് എന്തുകൊണ്ട് നിങ്ങൾ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനൊക്കെ ഓരോ നടപടികളും ചിട്ടകളും ഒക്കെ ഇല്ല. അപ്പോൾ ഇതാണ് അവരുടെ ഈ ദൃശ്യങ്ങൾ, പോലീസ് സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങൾ പിണറായി സർക്കാർ ഓർഡർ ഇട്ടാൽ പരിശോധിച്ചതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടുമല്ലോ. ഇന്ന് കോടതി പറഞ്ഞതുകൊണ്ടല്ലേ ദൃശ്യങ്ങൾ കിട്ടിയത്, അതുകൊണ്ടല്ലേ ഇന്ന് ജനം മുഴുവനും അറിഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഇതിനകത്തുള്ള കളികൾ. അപ്പം എന്തോ ആവാം. എന്തായാലും ജനുവരി 7 കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് രാഹുലിന്റെ ഒരു കാര്യത്തിലുള്ള തീരുമാനം എന്ന്.